المكتب التعاوني للدعوة والإرشاد وتوعية الجاليات بمحافظة ينبع. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അല്ലാഹു പൊരുത്തപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള തൗഫീഖിനായി റബ്ബിനോട് സദാസമയം തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹു തആല തഖ്വയോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ ഏതെല്ലാം മേഖലയിൽ എങ്ങനെയൊക്കെയാണ് അവൻ്റെ ജീവിതം അവൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് വളരെ കൃത്യവും വ്യക്തവുമായി അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശ്വാസിക്ക് കാഴ്ചപ്പാടുകളും മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയുള്ള മാർഗദർശനവും മാർഗനിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തപ്പിത്തടയേണ്ട ഒരു നിലപാട്, ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു നിലപാട് നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അവസ്ഥയിലും നമ്മെ വിട്ടേച്ചു പോയിട്ടില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, രാവ് പകല് പോലെ സുവ്യക്തമായ ഒരു പാതയിലാണ് ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് എന്ന. ലൈലുഹാ കനഹാരിഹ, അതൊരു സുവ്യക്തമായ പാത. മഹജ്ജത്തുൽ ബൈളാ എന്ന് പറഞ്ഞാൽ വളരെ ബൈളാ, വെളുത്ത പ്രകാശപൂരിതം. ഒരു പ്രകാശപൂരിതം എന്ന് മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞത്, വെളുത്ത പ്രകാശപൂരിതമായ ഒരു വഴിയിലാണ് സുവ്യക്തമായ പാത എന്ന് പറയും നാം. ലൈലുഹാ കനഹാരിഹ, അതിൻ്റെ രാവ് പകല് പോലെയാണ്. അപ്പോൾ 24 മണിക്കൂറും പകലുള്ള ഒരു റൂം അല്ലെങ്കിൽ ഒരു വഴി, ഒരു രംഗം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക നാം. അതിലേതെങ്കിലും നിലക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു തപ്പിത്തടയൽ വരില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിനൊരു ക്ലാരിറ്റി കുറവ് വരില്ല. നാം 12 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ സുവ്യക്തമായി ഒരു വസ്തുവിനെ, സൂക്ഷ്മമായ ഒരു വസ്തുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരമാകുമ്പോഴേക്ക് ആ വസ്തുവിൻ്റെ ക്ലാരിറ്റി, ആ വസ്തുവിൻ്റെ ക്ലിയർ നമുക്ക് മങ്ങിത്തുടങ്ങും. സ്വാഭാവികമാണത്, അല്ലേ? ആ വസ്തുവിൻ്റെ ക്ലാരിറ്റി നമുക്ക് കുറഞ്ഞു വരും വൈകുന്നേരമാകുമ്പോഴേക്ക്. രാത്രിയാകുമ്പോഴോ അത് പിന്നെ കാണില്ല. അല്ല, ലൈലുഹ കനഹാരിഹ, പകലെങ്ങനെയാണോ അത്ര തന്നെ അതുപോലെ രാത്രിയിൽ ഒരു വസ്തുവിനെ നമുക്ക് ഏത് രീതിയിൽ കാണാൻ പറ്റും, ആ രീതിയിലാണ് നമ്മെ നമ്മുടെ നേതാവ് വിട്ടേച്ചു പോയതെന്ന പ്രവാചകൻ പറഞ്ഞത്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യുസിഉ അൻഹാ ഇല്ലാ ഹാലിക്, ഒന്നുകിൽ നശിക്കുന്നവർ അല്ലെങ്കിൽ നാശത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ നാശമുദ്ദേശിച്ചവരല്ലാണ്ട്
അതിനെ തപ്പിത്തടഞ്ഞ് അതിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒച്ചപ്പാടുകളും ഒന്നും ഉണ്ടാക്കില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പം അനാവശ്യമായ തർക്കങ്ങളും അനാവശ്യമായ ഒച്ചപ്പാടുകളുമൊക്കെ അത് അവന് നാശമേ ഉണ്ടാക്കുകയുള്ളൂ എന്നർത്ഥം, വളരെ കൃത്യമായി. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്നതി വയുബാഇദുകും അനിൻ നാരി ഇല്ലാ ഖദ് അമർതുകും ബി. മാ മിൻ ഷൈഇൻ, ഒരു വസ്തുവുമില്ല, ഇല്ലാ മാ മിൻ ഷൈഇൻ ഇല്ലാ യുഖർരിബുകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തെ തൊട്ട് വിദൂരമാക്കുന്ന എന്തുണ്ടോ അത് ഇല്ലാ ഖദ് ബയ്യൻതുക്കും, കൃത്യമായി ഞാൻ നിങ്ങൾക്കത് വിവരിച്ചു തന്നിട്ടല്ലാതെ. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അതിന് ഒരു തപ്പിത്തടയലുകളോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു റോങ്ങായ ഇടപെടലുകളോ ആവശ്യമില്ല എന്ന് സാരം. അതാണ് പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം. ഇനി ഇതൊരു മുസ്ലിം ഏത് രംഗത്ത്, മുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലും അമുസ്ലിങ്ങൾക്കിടയിലാണെങ്കിലും, മുസ്ലിം രാജ്യത്താണെങ്കിലും അമുസ്ലിം രാജ്യത്താണെങ്കിലും, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണെങ്കിലും അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്താണെങ്കിലും, ഏത് മേഖലയിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിന് കൃത്യമായ മാർഗദർശനം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർ എല്ലാവരും മുസ്ലിം ഭരണത്തിന് കീഴിൽ മാത്രം ജീവിച്ചവരായിരുന്നില്ല. മുസ്ലിങ്ങൾ ആദ്യമായി പലായനം ചെയ്യുന്നത് എത്യോപ്യയിലേക്കാണ്, ഹബസീനിയയിലേക്ക്, എത്യോപ്യയിലേക്ക്. അവിടെ അന്ന് മുസ്ലിങ്ങൾ ആരുമില്ല, ഒരു മുസ്ലിം പോലുമില്ല. ഒരു മുസ്ലിം പോലുമില്ലാത്ത എത്യോപ്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തേക്കാണ് മുസ്ലിങ്ങൾ പലായനം ചെയ്യുന്നത്. അങ്ങോട്ട് അവരെ പറഞ്ഞയക്കണമെന്നാണ് റസൂൽ തീരുമാനിച്ചത്. ഒരു കത്തും കൊടുത്ത് നജാഷി രാജാവെന്ന് പേരിൽ അറിയപ്പെടുന്ന ആ എത്യോപ്യയിലെ രാജാവിന് ഒരു കത്തും കൊടുത്ത് തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ കൂട്ടുകാരെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ അതേപോലെയുള്ള തൻ്റെ അരുമ ശിഷ്യന്മാർ, തൻ്റെ കുടുംബക്കാരെ, തനിക്ക് വേണ്ടപ്പെട്ടവരെ റസൂലുള്ളാഹി ഹിജ്റ പറഞ്ഞയക്കുകയാണ്. എന്തിനു വേണ്ടി? താൻ മനസ്സിലാക്കിയ ആദർശമനുസരിച്ച് ജീവിക്കാൻ തൻ്റെ നാട്ടിൽ കഴിയാതെ വന്നപ്പോൾ, മക്കത്ത് മുസ്ലിമായി ജീവിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കഴിയുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും മക്ക വിട്ട് റസൂലുള്ളാഹി പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ചിന്ത കൊണ്ടുവരുന്ന ഒന്നാമത്തെ വിഷയം അതാണ്. ഇന്നിപ്പോൾ നമ്മൾ വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വല്ലാണ്ട് ചില വാക്കുകൾ പ്രചരിക്കുന്നുണ്ട്. അഥവാ സോഷ്യൽ മീഡിയകളിൽ നിന്നും ഒക്കെ പാഠം ഉൾക്കൊണ്ടിട്ടാണോ അല്ലേ എന്നറിയില്ല, ഒരു വിഭാഗം ഇന്ത്യ വിട്ടു പോകാൻ പോവുകയാണ് പോലും, ഹിജ്റ പോകുന്നു അവർ. അതല്ലെങ്കിൽ ഇന്ത്യ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയാത്ത മണ്ണാണെന്ന് അവർ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അതാണ് സലഫിയത്ത് എന്ന് പരിചയപ്പെടുത്തുന്നു. ഒരു മഹത്തായ ആദർശത്തിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന ചില പ്രയോഗങ്ങളും ചില പ്രവർത്തനങ്ങളും ചില കോണുകളിൽ നിന്നുണ്ടാകുന്നു. അതിൻ്റെ പേരിൽ കേരളക്കരയിൽ നൂറ്റാണ്ട് കാലമായി നവോത്ഥാന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടാൻ ചിലരുടെ വാക്കുകളും ചിലരുടെ ലേഖനങ്ങളും ചിലരുടെ പ്രസംഗങ്ങളും കാരണമാകുന്നു. അവർ പറയുന്ന ഒന്നാമത്തെ വാദത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അവർ പറയുന്നു ഹിജ്റ അത് ഉത്തമമാണ്, അനിവാര്യമാണ് ഈ കാലഘട്ടത്തിലെന്ന്. ആണോ? എന്നിട്ട് അവർ അതിന് ന്യായീകരണം കണ്ടെത്തുന്നത് മറ്റു പല തെളിവുകളുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്ന് ഈ വിഷയം പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു ആനുകാലിക ബന്ധവും കൂടെ ഉണ്ടതിന്. ഇന്ന് സൗദി നാഷണൽ ഡേ ആണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായ നാഷണൽ ഡേ അല്ലെങ്കിൽ മറ്റുള്ള ആഘോഷങ്ങൾക്ക് സ്ഥാനമൊന്നുമില്ല. അത് നാഷണൽ ഡേ നടക്കുന്ന സൗദി അറേബ്യയുടെ പണ്ഡിതന്മാർ വരെ ആഘോഷങ്ങൾ അതിൻ്റെ പേരിൽ പാടില്ല, അല്ലെങ്കിൽ ആഘോഷങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. പക്ഷേ നാഷണൽ ഡേ എന്ന യൗമുൽ വത്തനി എന്ന് പറയപ്പെടുന്ന ഇന്നേ ദിവസത്തിൽ ഇന്നത്തെ ഖത്തീബിൻ്റെ ഖുത്ബ അതുമായി ബന്ധപ്പെട്ടുകൂടെ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം, ഒരു കൂറ്
അത് പഠിപ്പിച്ച നേതാവിൻ്റെ അനുയായികളാണ് നമ്മൾ. മക്ക വിടുന്നുണ്ട് റസൂലുള്ള. മക്ക വിടുന്ന സമയത്ത് റസൂലുള്ള പറഞ്ഞൊരു വാക്ക് ഇമാം മുസ്ലിം ആണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എന്താണ് റസൂലുള്ള പറഞ്ഞത്? അല്ലയോ നാടേ, ഈ നാട്ടുകാരെ എന്നെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിട്ടു പോകുമായിരുന്നില്ല. ആ നാടിനോട്, പിറന്ന നാടിനോടുള്ള കൂറും സ്നേഹവും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിച്ചു. എന്നിട്ട് വളരെ കൃത്യമായി പറഞ്ഞു. ഇന്ന് ഖത്തീബ് അദ്ദേഹത്തിൻ്റെ ഖുത്ബയിൽ ആ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചു പറഞ്ഞു, മക്ക, അല്ലയോ നാടേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ്, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ണാണ്, ഞാൻ ജനിച്ചു വളർന്ന മണ്ണ്. ഈ നാട്ടുകാരെന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ വിട്ടു പോകുമായിരുന്നില്ല. എന്നിട്ട് മദീനയിലേക്ക് വന്നിട്ടാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, അല്ലാഹുവേ, മക്ക ഞങ്ങൾക്ക് എത്ര കണ്ട് പ്രിയപ്പെട്ട നാടായിരുന്നോ അതിനേക്കാൾ നല്ല രീതിയിൽ മദീനയെ നീ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കണേ എന്ന് മദീനയ്ക്ക് വേണ്ടി, ആ നാടിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, പിറന്ന നാട്, ആ നാട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുത് തന്നെയാണ്. ആ നാടിന് വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ, ആ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, ആ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. മൗലാന അബുൽ കലാം ആസാദിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. മൗലാന അബുൽ കലാം ആസാദ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരു സജീവ നേതാവായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ രംഗത്ത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളോടുകൂടെ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്ത ആളായിരുന്നു മഹാനായ മൗലാന അബുൽ കലാം ആസാദ്. ഇങ്ങനെ ഏത് രംഗത്തും കേരളത്തിൻ്റെ KPCCയുടെ ഒന്നാമത്തെ അധ്യക്ഷനാരാ? കേരളത്തിൽ KPCCയുടെ ഒന്നാമത്തെ അധ്യക്ഷൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അദ്ദേഹം സജീവ ഇസ്ലാഹി പ്രവർത്തകനായിരുന്നു, ഇസ്ലാഹി നേതാവായിരുന്നു, ഇസ്ലാഹി പ്രവർത്തകനായിരുന്നു. ഇങ്ങനെ ഞാൻ അതിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് പോവല്ല, മറിച്ച് തൻ്റെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നാട്ടിൽ സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെയും അത് വലിയൊരു നന്മയായി കണ്ട ഒരു നേതൃത്വം നമുക്കുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ നേതാവ്. ആ നേതാവിനേക്കാൾ വലിയൊരു നേതാവ് നമുക്കില്ല. ആ റസൂലുള്ള മക്ക വിട്ട് മദീനയിൽ വന്നപ്പോൾ ബനു ഖൈനുഖാ, ബനു നളീർ, ബനു ഖുറൈള, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ 3 പേരുകൾ? 3 വലിയ ജൂത കുടുംബങ്ങളായിരുന്നു. മദീന അവരുടെ കയ്യിലാണ്. മദീനത്തെ ഓരോ ഭാഗവും അവരുടെ കയ്യിലായിരുന്നു. ബനു നളീർ, ബനു ഖൈനുഖാ, ബനു ഖുറൈള. ഈ 3 ടീമുമായും റസൂലുള്ള ഒരു എഗ്രിമെൻ്റ് വെച്ചു. ആ എഗ്രിമെൻ്റ്, അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം, അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. അതോടൊപ്പം തന്നെ അവരുടെ വിഷയത്തിൽ അവരുടെ മതത്തിൻ്റെ നിയമങ്ങൾക്കും അവർ ജീവിക്കാം. ഏത്? മദീനത്ത് ഇസ്ലാമിക ഭരണം വരികയാ. ഇസ്ലാമിക ഭരണത്തിൻ്റെ ക്യാപ്റ്റനായി മാറുന്നു റസൂലുള്ള. എന്നിട്ട് പോലും അവരുടേതായ ചില വിഷയങ്ങളിൽ അവർക്ക് അവരുടെ മതമനുസരിച്ച് വിധിക്കാം, അവരുടെ വിധി അനുസരിച്ച് വിധിക്കാം. അങ്ങനൊരു എഗ്രിമെൻ്റ്. എന്നാൽ നാടിൻ്റെ പൊതുവിഷയത്തിൽ, മദീനയുമായി ഉള്ള മദീന എന്ന നാടിനെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഒരു നിയമം, അത് മദീനയുടെ നിയമം, രാജ്യത്തിൻ്റെ നിയമമായിരിക്കണം. ആ നിയമത്തിൽ അവരുണ്ടാവണം. അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കണം. എഗ്രിമെൻ്റ് വെച്ചിട്ടാണ് അവരുമായി വളരെ കൃത്യമായി മുന്നോട്ട് പോയത്. പക്ഷേ ജൂതനെന്നും ജൂതൻ തന്നെയാണല്ലോ. 3 ജൂത കുടുംബ, ആ ജൂതന്മാർ അവരുടെ എഗ്രിമെൻറ്റുകൾ മുഴുവൻ ലംഘിച്ചു എന്ന് മാത്രമല്ല, വളരെ മോശമായ രീതിയിലാണ് ലംഘിച്ചത്. അതുകൊണ്ട് തന്നെ അവരെ ചിലരെ നാടുകടത്തുകയും ചിലരെ ബന്ദിയാക്കി പിടിക്കപ്പെടുകയും ആ നാട്ടിൽ നിന്ന് അവരെ ഒഴിവാക്കുകയൊക്കെ ചെയ്യേണ്ട അനിവാര്യമായ ഘട്ടങ്ങളുണ്ടായി. ഒരു രാജ്യത്തോട് അവർ മോശമായ പ്രവർത്തനം നടത്തിയെന്നതിൻ്റെ പേരിൽ. ഇങ്ങനെ ഏത് രംഗത്ത്, ഒരു മുസ്ലിം രാജ്യത്ത്, അമുസ്ലിം രാജ്യത്ത്, മുസ്ലിം രാജ്യത്തിലുള്ള അമുസ്ലിങ്ങളോട്
അമുസ്ലിം രാജ്യത്ത് മുസ്ലിം ജീവിക്കുമ്പോൾ ഏതെല്ലാം, അതാണ് ഞാൻ പറഞ്ഞത്, തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ, സുവ്യക്തമായി ഏതു രംഗത്തും സ്വീകരിക്കേണ്ട നിലപാട് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം, ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യുന്നത്, ഹിജറ പോകുന്നത്, അത് ഒരു മുസ്ലിമിന് എപ്പോഴാണ് കഴിയേണ്ടി വരുന്നത്, എപ്പോഴാണ് അനിവാര്യമായി വരിക? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അനിവാര്യമായി വരുന്ന രംഗമുണ്ട്. ആ രംഗം ഏതാണ്? അവന് അവൻ്റെ മതമനുസരിച്ച്, അവൻ്റെ ആദർശമനുസരിച്ച്, അവൻ്റെ ആശയമനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ രംഗത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പലായനം അനിവാര്യമാണ്, ഒരു സംശയവുമില്ല. ആ സമയത്ത് പലായനം അനിവാര്യമാണ്. അതല്ലാത്ത സമയത്ത് പലായനം ചെയ്യാനല്ല ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചത്, മറിച്ച് ആ നാടിനെ സ്നേഹിച്ച്, ആ മണ്ണിനെ സ്നേഹിച്ച്, ആ നാടിൻ്റെ, ആ മണ്ണിൻ്റെ ഉന്നമനത്തിനും ഔന്നിത്യത്തിനും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ആ നാട്ടിൽ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ അവന് കഴിയുന്നുണ്ടെങ്കിൽ അതിനാണ് ഏറ്റവും നല്ല ഒന്നാം സ്ഥാനം. അതാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. ഇത് ആദ്യമായി ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ വാദം, കഴിവുണ്ടായിരിക്കെ തന്നെ ഇന്ത്യ വിട്ടു പോകണം എന്നാലേ അവൻ മുസ്ലിമാവൂ എന്ന വാദത്തിന് ഇസ്ലാമിൻ്റെ യഥാർത്ഥ പിന്തുണ ഇല്ല എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കുക. അനിവാര്യമായ രംഗത്ത് അനിവാര്യവുമാണ്. വഫാത്തിൻ്റെ സമയം, മരിക്കുന്ന രംഗമുണ്ടല്ലോ, നമ്മുടെയൊക്കെ മരണത്തിൻ്റെ രംഗത്ത് മലക്കുൽ മൗത്ത് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു വ്യക്തി ഒരു ഒഴിവ് കഴിവ് പറയുമെന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അവൻ പറയുന്നെന്താ? ഞാൻ ഇങ്ങനത്തെ ഒരു നാട്ടിലായിരുന്നു, എൻ്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി, എൻ്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയായിപ്പോയി, എൻ്റെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരൊക്കെ എങ്ങനെ ആയിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാതെ നോമ്പൊൽക്കാതെ എങ്ങനെ ആയിപ്പോയത്, എൻ്റെ സാഹചര്യമാണ് അതിന്. അപ്പം മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അള്ളാൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിനക്ക് ഹിജ്റ പോകാമായിരുന്നില്ലേ? അപ്പോൾ എപ്പോഴാണ് അവൻ്റെ വിശ്വാസവും അവൻ്റെ ആദർശവും കർമ്മവും അനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ എന്ത് പോകണമെന്നർത്ഥം? അവന് ഹിജ്റ പോകണം, പലായനം ചെയ്ത്. കാരണം അവൻ്റെ വിശ്വാസവും ആദർശം വളരെ വലുതാണ്. അങ്ങനത്തെ ഒരു രംഗത്ത് ഇസ്ലാം അത് അനുവദിക്കുന്നു. അല്ലാത്ത സമയത്ത് സ്വന്തം നാടിനെ വിട്ട് പോകാതിരിക്കലാണ് ഉത്തമം. റസൂലുള്ളാഹിയും ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു യാത്ര പോകുന്ന ഒരു രംഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ? ആദ്യമായി റസൂലുള്ളാഹി കച്ചവടത്തിന് പോകുന്ന സമയം, ആ സമയത്ത് വഴിയിൽ വെച്ച് ഒരാളെ കണ്ടിരുന്നു, വറഖത്ത് ബിൻ നൗഫലിനെ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആ കഥ. വറഖത്ത് ബിൻ നൗഫൽ മുൻ വേദഗ്രന്ഥങ്ങളിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിറ്റായിരുന്നു. അദ്ദേഹം പ്രവാചകൻ്റെ ശരീരത്തിലെ ചില അടയാളങ്ങളും ചില സൂചനകളും, ആ സൂചനകളും അടയാളങ്ങളും മുൻ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ അടയാളങ്ങളെക്കുറിച്ച് അറിയുന്ന ആ പണ്ഡിറ്റ്, അദ്ദേഹം പ്രവാചകനെ കണ്ടപ്പോൾ തന്നെ റസൂലുള്ളാഹിയാണ് എന്ന്, ഏകദേശം പ്രവാചകൻ കടന്നു വരേണ്ട സമയമായി എന്ന് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിയെ കണ്ടപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, ഈ ആളെ സൂക്ഷിക്കണം, ഇയാളെ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം. ഇയാളെ ആദ്യത്തെ യാത്രയിലാണ്, കച്ചവടത്തിന് പോകുന്നതിന് മുമ്പുള്ള യാത്രയിൽ ഈ കുഞ്ഞിനെ, ഈ മകനെ നിങ്ങൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ വേണം. വരാൻ പോകുന്ന ഒരു പ്രവാചകനാണ്, ആ പ്രവാചകൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഞാൻ ആ കഥ പറയാനല്ല പറഞ്ഞത്. ആ സമയത്ത് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞൊരു വാക്കുണ്ട്, താങ്കളെ താങ്കളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന സമയത്തെങ്ങാനും ഞാനുണ്ടായിരുന്നെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഞാൻ വാദിക്കുമായിരുന്നു. അപ്പോൾ പ്രവാചകൻ തിരിച്ചു വെച്ചു, എന്നെ എൻ്റെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ എന്ന് പ്രവാചകൻ്റെ തിരിച്ചൊരു ചോദ്യമുണ്ട്. ആ പുറത്താക്കലാണ് അവർ നടത്തിയത്. അപ്പോൾ ആ പുറത്താക്കൽ വരെ മുൻ വേദഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടതാണെന്നുള്ളത് മറ്റൊരു വസ്തുത. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനത്തെ ഒരു രംഗത്ത് മാത്രമാണ്, മക്ക വിട്ട് പോകൽ അനിവാര്യമായ ഒരു രംഗത്ത് മാത്രമാണ് റസൂലുള്ളാഹി പോയിട്ടുള്ളത് എന്നുള്ളത് നാം പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനത്തെ രംഗത്ത് ഹിജ്റ അനിവാര്യമാണ്. ഇനി ഹിജ്റ എന്ന് പറഞ്ഞാൽ നാട് വിട്ടു പോകൽ മാത്രമല്ല, തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പലായനമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ.
തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള പലായനം. ആ ഹിജ്റ നാട് വിട്ടതുകൊണ്ട് മാത്രം കിട്ടൂല. തിന്മയുടെ കൂട്ടുകെട്ട് വിട്ട് നന്മയുടെ കൂട്ടുകെട്ടിലേക്കുള്ള പലായനം, തിന്മയുടെ ചിന്ത വിട്ട് നന്മയുടെ ചിന്തയിലേക്കുള്ള പലായനം, തിന്മയുടെ ആ നാട് വിട്ട്, രാജ്യമല്ല കേട്ടോ, നമ്മുടെ ആ ഗ്രാമമുണ്ടല്ലോ, തിന്മയുടെ അല്ലെങ്കിൽ വെറും കള്ളുകുടിയും വെറും വേറെ ഏതെങ്കിലും തോന്നിവാസങ്ങളും തമ്മാടിത്തരങ്ങളുള്ള ചില ഏരിയകളുണ്ടാവും. ചില ഏരിയകളെക്കുറിച്ച് നമ്മൾ പറയും, ഈ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്, എന്നും കൊലപാതകം, എന്നും കത്തിക്കുത്ത്, എന്നും കള്ളുകുടിയന്മാരും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും. വിട്ട് തൊട്ടടുത്ത് നല്ല നാടുണ്ട്, അവിടേക്ക് പോകാം. അവിടെ നാം സ്വീകരിക്കേണ്ട നിലപാട് നമ്മുടെ ആദർശമാണ്. ചില ആൾക്കാരൊക്കെ കാണങ്ങനെ പിടിച്ച് കടിച്ച് തൂങ്ങി നിൽക്കണം. ഒരു 10 കിലോമീറ്റർ പോയാൽ അവനക്ക് മാന്യമായിട്ട് അവൻ്റെ അന്തസ്സോടുകൂടെ അവൻ്റെ ആദർശമനുസരിച്ച് ജീവിക്കാം. ജമാഅത്തിന് പള്ളിയിൽ പോകാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് അവൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങനെ വീട്ടിലിങ്ങനെ നിന്ന് നിസ്കരിക്കുക. എന്തോ പറയണ ന്യായീകരണം, ഇവിടെ ജമാഅത്തുള്ള പള്ളിയില്ല. ഒന്നുകിൽ ഇനി ഉള്ള പള്ളിയാണെങ്കിൽ തന്നെ അത് ഇങ്ങനത്തെ ഒക്കെ കുറേ ഖുറാഫാത്തുകളും ഷിർക്കും ബിദ്അത്തും നടക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ പോണില്ല. ജമാഅത്ത് ഒഴിവാക്കുകയാണോ വേണ്ടത്? അല്ല, ജമാഅത്തിന് സൗകര്യമുള്ള പള്ളി തൊട്ടപ്പുറത്തുണ്ട്, അവിടെ അവന് താമസിക്കാൻ സൗകര്യമുണ്ട്. ഒന്നുകിൽ അവരെ അവിടെ നിന്നുകൊണ്ട് സംസ്കരിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ സംസ്കരിച്ചെടുക്കുക, അല്ലെങ്കിലോ ഈ പറയപ്പെടുന്ന മാർഗത്തിലേക്ക് പോവുക. ഞാൻ പ്രവാസിയാണ്, ഞാൻ എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ ഈ നാട്ടിൽ വിട്ടുപോയാൽ ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും നശിച്ചു പോകും എന്ന് ഉറപ്പുണ്ടെങ്കിലോ തൊട്ടപ്പുറത്ത് നല്ലൊരു നാടുണ്ട്, അത് ഭാര്യയുടെ നാടാവട്ടെ ആരുടെ നാടാവട്ടെ, അതൊക്കെ ഓരോ സാഹചര്യം അനുസരിച്ച് നമുക്ക് സ്വീകരിക്കേണ്ടത്. അതിന് ഒരു കൺട്രി വിട്ട് ഒരു രാജ്യം വിട്ട് പോകേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പോൾ ഹിജ്റ എന്ന് പറയപ്പെടുന്നതിനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മീഡിയകൾ, ഭരണകൂടം, മറ്റുള്ള മേഖലകൾ ഒക്കെ തുറിച്ചു നോക്കുകയാണ് മുസ്ലിങ്ങളെയും മുസ്ലിം പ്രബോധകരെയും അതേപോലെ തന്നെ മുസ്ലിം മാസികകളെയും മുസ്ലിം രംഗങ്ങളെയും ഒക്കെ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും വിളിച്ചു കൂവുന്നത് സൂക്ഷിക്കണം. അതും ആ പറയുന്നത് എന്തെങ്കിലും ഒരു ആവേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഒരു ആവേശം കൊണ്ട് ഇതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകും. ഇല്ലാതെ വസ്തുനിഷ്ഠ നമ്മുടെ മുന്നിൽ ജീവിച്ചു പോയ മുത്തുനബിയുടെ ജീവിതം നമ്മുടെ മുന്നിൽ പകൽ വെളിച്ചം പോലെ തുറന്നു കിടക്കുകയല്ലേ. അമുസ്ലിം മെജോറിറ്റി രംഗത്ത് റസൂലുള്ളാഹി ജീവിച്ച ജീവിതം 10 കൊല്ലം, 1-2 കൊല്ലാണോ, 13 കൊല്ലം നമ്മുടെ മുന്നിൽ കിടക്കില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 40 കൊല്ലം വരെ, അതൊരു പ്രവാചകനാവാതെ ആണെങ്കിൽ പോലും ഒരു വ്യക്തി എന്ന നിലക്ക് അവിടെ ജീവിച്ചു. അതിന് ശേഷവും 10 ചില്ലാൻ വർഷം റസൂലുള്ളാഹി അവിടെ ജീവിച്ചു. കൃത്യമായി നമ്മുടെ മുന്നിൽ കിടക്കുകയല്ലേ എങ്ങനെയായിരുന്നു നബി ജീവിച്ചതെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധിപനായിട്ട് മദീനയിൽ വന്നു. അവിടെ അമുസ്ലിങ്ങളും മറ്റുള്ളവരും ഉണ്ടായിരിക്കെ അവർക്കിടയിൽ റസൂലുള്ളാഹി ജീവിച്ചതും കൃത്യമായി കിടക്കുകയല്ലേ. ഈ ജീവിതത്തെ ഒക്കെ മാറ്റിവെച്ചിട്ട് എന്തിനാണ് ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില പണ്ഡിതന്മാർ കൊടുത്ത ഫത്വ തേടി ഈ പ്രബോധകന്മാർ പോകുന്നത്? ഇന്ന് ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ചില പ്രബോധകന്മാർ ഖുർആനും സുന്നത്തും വിട്ട് ചില സാഹചര്യങ്ങൾക്ക് അനുകൂലമായി ചില പണ്ഡിതന്മാർ കൊടുത്ത ഫത്വകൾ തേടിപ്പോകുന്നു എന്ന ദയനീയ സത്യം. വല്ലാണ്ട് വിഷമമുണ്ടതിന്. ആ പണി ചെയ്യുമ്പോൾ ഈ പ്രബോധകന്മാർ, ഈ പറയപ്പെടുന്ന വ്യക്തികൾ പ്രതിക്കൂട്ടിലാക്കുന്നത് 1-2 ആൾക്കാരെയല്ല, ഇസ്ലാമിനെ ഒന്ന്, പ്രവാചകനെ മറ്റൊന്ന്, മുസ്ലിങ്ങളെ മൊത്തത്തിൽ ഈ ഫത്വ കൊടുത്ത ഇസ്ലാമിലെ അറിയപ്പെട്ട പണ്ഡിതനെയും നോക്കണം നിങ്ങൾ. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. കേരളക്കരയിൽ ഇപ്പം അടുത്തൊരു ഫത്വ കൊടുത്തത് വലിയ കോളിളക്കമുണ്ടാക്കി. അയാളുടെ പേരിൽ കേസൊക്കെ എടുത്ത് അയാൾ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അദ്ദേഹത്തെ.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനേക്കാൾ വിഷം ചീറ്റുന്ന പ്രസംഗം നടത്തുന്ന ശശികലയും മറ്റുള്ളവരും ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ വിലസുന്ന നാടാണ് നമ്മുടെ നാട്. എന്താണ് ആ ശശികലയുടെയൊക്കെ വായിൽ നിന്ന് പുറത്തു വരുന്ന വിഷമെന്നറിയോ നിങ്ങൾക്ക്? അവർക്കൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് അവർ വിലസുന്നു. ഒരു വാക്കിലെങ്ങാനും ഏതെങ്കിലും പോരായ്മ വന്നതിൻ്റെ പേരിൽ കേസെടുക്കാൻ വേണ്ടി നമുക്കെതിരെ തിരിയുന്ന ഒരു വിഭാഗം അതിനെ പർവ്വതീകരിക്കപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിൽ പ്രബോധകന്മാരും പ്രവർത്തകന്മാരുമൊക്കെ വളരെയധികം സഹിഷ്ണുതയോടുകൂടെ ബോധത്തോടുകൂടെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നാശത്തിന് വഴിവെക്കലായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏതു കാലഘട്ടത്തിലും 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളോട് നാം സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. സലഫികൾ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളോട് നാം സ്വീകരിച്ചൊരു നിലപാടെന്താ? ഇന്നനാ ബശറുൻ നുഖ്തിഉ വനുസീബു ഇദാ വാഫഖൽ കിതാബ വസ്സുന്നത ഫഖുദൂഹു മാ ലം യുവാഫിഖിൽ കിതാബ വസ്സുന്നത ഫത്റുകൂഹു. ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഞങ്ങളുടെ വാക്കിൽ കൊള്ളാനും തള്ളാനും ഉണ്ടാകും, സ്വീകരിക്കാനും സ്വീകരിക്കപ്പെടാതിരിക്കാനും. ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്നതാണോ നിങ്ങൾ സ്വീകരിക്കുക, അല്ലാത്തത് നിങ്ങൾ തള്ളിക്കളയുക. 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ പറഞ്ഞത്. ഇത് പഠിപ്പിച്ച ഇത് പ്രചരിപ്പിക്കുന്നവർ പോലും ആ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി മറ്റൊരു നാട്ടിൽ മറ്റൊരു സാഹചര്യത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും തെറ്റാണ്, പാടില്ലാത്ത രീതിയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. അതാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഒരു അമുസ്ലിമിനെ കണ്ടാൽ പുഞ്ചിരിക്കാൻ പാടില്ല, അയാളോട് മിണ്ടാൻ പാടില്ല, അയാളോട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? അങ്ങനെയുണ്ടോ ഇസ്ലാമിൽ? അങ്ങനെയാണോ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത്? ആ ഒരു പ്രയോഗം ആര് നടത്തുമ്പോഴും അവിടെ പ്രതിക്കൂട്ടിലാകുന്നത് ആ വ്യക്തിയാണോ? പരിശുദ്ധമായ ഇസ്ലാമിനെയല്ലേ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്നത്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. ഇവിടെ സംഭവം അദ്ദേഹത്തിൻ്റെ ചില പ്രഭാഷണങ്ങൾ പോലും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അദ്ദേഹം പോലും ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങളും അർത്ഥവും അതിന് കൊടുക്കുക. ഞാൻ ആ പ്രസംഗിച്ച പ്രസംഗികനെ വെള്ളപൂശുകയല്ല, പക്ഷെ അദ്ദേഹം പോലും കൊടുക്കാത്ത അർത്ഥവും വ്യാഖ്യാനവും അതിന് നൽകുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു ടീം ഇവിടെയുണ്ട് എന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. ആയതുകൊണ്ട് സാധാരണ ചില തീവ്രവാദി പ്രസ്ഥാനങ്ങളും ആ ചിന്ത കടന്നുകൂടിയവരും സാധാരണ ചെയ്യാറുള്ള ഒരു രീതിയുണ്ട്. യുദ്ധരംഗത്ത് ഒരു വ്യക്തി സ്വീകരിക്കേണ്ട ചില നിലപാടുകൾ ഖുർആൻ എടുത്ത് പറഞ്ഞത് അത് പൊതുവിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് അതിനെ ഇസ്ലാമായി പരിചയപ്പെടുത്തുന്നു. എന്താ കേടാർക്കാ? ഓല പ്രസ്ഥാനത്തിനാ, ഓല സംഘടനക്കാ, ആ വ്യക്തിക്കാ കേട് ഇസ്ലാമിന്? അത് ആരെന്ത് ചെയ്യുന്നു? കോട്ട് ചെയ്യുന്നു. ഇസ്ലാമിന് ശത്രുക്കൾ കോട്ട് ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ കണ്ടെടുത്ത് വെച്ച് കാഫിറിനെ കൊല്ലണം എന്നാണ്. അത് ഇസ്ലാമിൻ്റെ വാദമായി ഇസ്ലാമിനെതിരെ പ്രതികരിക്കുന്നു. ആണോ? ഒരു യുദ്ധരംഗത്ത്, യുദ്ധം നടക്കുന്ന രംഗത്ത് പരസ്പരം ശത്രുക്കളും ഇരു സൈന്യവും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഏറ്റുമുട്ടുന്ന രംഗത്ത് ആ സമയത്ത് മാത്രം സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് വിശുദ്ധ ഖുർആനാ പറഞ്ഞത്. അത് എല്ലായിടത്തും കാണുന്നിടത്തുനിന്ന് വെച്ചാൽ കൊല്ലണം എന്നാണോ? അല്ല. ഇങ്ങനെയാണ് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിനെ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നത്. ആ രംഗത്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ നാം കാര്യങ്ങളെ മനസ്സിലാക്കണം. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ രീതി റസൂലുള്ളയിൽ നിന്ന് മാത്രം പഠിക്കണം, സ്വഹാബത്തിൽ നിന്ന് മാത്രം പഠിക്കണം, അവരിൽ നിന്ന് പഠിക്കാൻ നമുക്ക് തയ്യാറാവണം. അതാണ് സലഫു സാലിഹീങ്ങളുടെ രീതി, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ രീതി. ആ രീതിയാണ് നമ്മൾ ഏത് രംഗത്തും നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിക്കാത്ത പക്ഷം നമ്മൾ അപകടത്തിലേക്ക് പോകും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണ്, തറക്തു ഫീക്കും അംറൈനി, 2 കാര്യം മാത്രം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു, നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കില്ല, മാ തമസ്സക്തും ബിഹിമ, അത് രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. അത് മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ്? അത് അള്ളാഹിൻ്റെ റസൂലും സ്വഹാബത്തും മനസ്സിലാക്കിയതുപോലെ മുറുകെ പിടിക്കണം, ദുർവ്യാഖ്യാനിക്കാൻ പറ്റൂല.
ദുർവ്യാഖ്യാനിക്കാനും പറ്റൂല. കിതാബ് അല്ലാഹി വസുന്നത്തി നബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അള്ളാഹിൻ്റെ ഖുർആനും അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തുമാണ്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. മറ്റൊരു വിഷയം, വല്ലാണ്ട് തർക്കത്തിലിരിക്കുന്ന വിഷയം. ഇപ്പോൾ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമുസ്ലിമിനെ കണ്ടാൽ എന്ത് നിലപാടുണ്ടാവണം? മഹാനായ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാ ഒരു ഗ്രന്ഥം നമ്മൾ ചർച്ച ചെയ്ത ഗ്രന്ഥമാണ്, ചെറിയൊരു ഗ്രന്ഥമുണ്ട്, ഹുഖൂഖുൻ ദഅത്ത് ഇലൈഹിൽ ഫിത്ര വ ഖറർതുഹു ശരീഅ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 10 ബാധ്യതകൾ, അതിലൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയും അമുസ്ലിമിനോടുള്ള ബാധ്യതയും വളരെ കൃത്യമായിട്ടുണ്ട്. ആ അമുസ്ലിമിനോടുള്ള ബാധ്യതയിൽ വളരെ കൃത്യമായിട്ട് നാം സ്വീകരിക്കേണ്ട ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ അത് അവനോടുള്ള ഒരു രീതി. ഒരു അമുസ്ലിം എപ്പോഴാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നക്കാരനാകുന്നത്? എപ്പോഴാണ് അവരിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത്? ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു തആല നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന, ഒരു ടീമിനെ തൊട്ട് ലം യുഖാതിലൂക്കും ഫിദ്ദീനി, മതത്തിൻ്റെ വിഷയത്തിൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ല. മതരംഗത്ത് മതത്തിൻ്റെ വിഷയത്തിൽ യുദ്ധം, നാടിൻ്റെ വിഷയത്തിലോ വേറെ ഏതെങ്കിലും വിഷയത്തിലോ നിങ്ങളും തമ്മിൽ ഓനും തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് വിഷയത്തിലൊന്നുമല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിലെ മതത്തിൻ്റെ വിഷയത്തിൽ യുദ്ധം ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഓമാനൂർ ഷുഹദാക്കൾ എന്ന് പറഞ്ഞിട്ട് ഷുഹദാക്കളെ കേട്ടിട്ടുണ്ടാവും. കൊണ്ടോട്ടി ഭാഗത്ത് ഓമാനൂർ ഷുഹദാക്കൾ. എങ്ങനെ ഈ ഓമാനൂർ ഷുഹദാക്കൾ ഉണ്ടായെന്ന് പറയാൻ നിങ്ങൾക്ക് കഥ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഓമാനൂർ ഷുഹദാക്കൾ എന്ന് അവരെക്കുറിച്ച് പറയൽ, അവിടെ ഒരു ഹരിജൻ സ്ത്രീ, ജാതി പറയാൻ പാടില്ല എന്നാണ് പുതിയ നിയമം കേട്ടോ, ആ ഹരിജൻ സ്ത്രീയെ വേണ്ടാത്ത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഒരുത്തം പോയി. അവിടെ ഉള്ളവരെല്ലാവരും കൂടി എന്ത് ചെയ്ത്, വടിയും മുട്ടിയും അവിടെ എന്തൊക്കെ കൈയിട്ടത് അതൊക്കെ കൂടി എടുത്തിട്ട് ഇവനടിച്ച് മൂപ്പരെന്ത് ചെയ്ത് കാറ്റുപോയി. പോയോ മാപ്പിള ജാതിയ എന്താക്കി, ഓനെ ഷഹീദാക്കി. അതിൻ്റെ പേരിൽ കലാപം നടന്നു, കുറേ ആൾക്കാർ മരിച്ചു. അതിൻ്റെ പേരിൽ കലാപം നടന്നു, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ കലാപം നടന്നു. അവിടെ കുറേ മുസ്ലിങ്ങൾ മരിച്ചു. ഓലെ പേരാണ് ഓമാനൂർ ഷുഹദാക്കൾ. ഇതാ ഷുഹദാക്കൾ. അള്ളാന്റെ ഖുർആനിൽ അല്ലാഹ് പറയും, ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹ് നിങ്ങളോട് വിരോധിക്കുന്നില്ല. അനില്ലദീന, ഒരു ടീമിനെ ലം യുഖാതലൂക്കും ഫിദ്ദീനി, മതത്തിൻ്റെ ദീനിൻ്റെ വിഷയത്തിലുള്ള യുദ്ധമാണ്. ആ യുദ്ധം നിങ്ങളോട് അവർ ചെയ്യുന്നില്ല. വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങളെ അവർ പുറത്താക്കിയിട്ടുമില്ല. നിങ്ങളോട് മതവിഷയത്തിൽ അവർ യുദ്ധവും ചെയ്തിട്ടില്ല, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ അവർ പുറത്താക്കിയിട്ടുമില്ലെങ്കിൽ അൻതബറൂഹും, അവരോട് പുണ്യം ചെയ്ത് ജീവിക്കണം നിങ്ങൾ. വതുഖ്സിതു ഇലൈഹിം, അവരോട് നീതിയോടുകൂടെ വർത്തിക്കണം നിങ്ങൾ. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നവനാണ് റബ്ബ്. നോക്കണം നിങ്ങൾ, അങ്ങനത്തെ അമുസ്ലിം സുഹൃത്തുക്കളോട് നന്മ ചെയ്ത് പുണ്യം ചെയ്ത് നീതി കാണിച്ചു മാന്യമായി അവരോട് വർത്തിക്കണമെന്ന് പഠിപ്പിച്ച മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. ഇതൊന്നും കാണുന്നില്ല, പലപ്പോഴും ഇതൊന്നും പഠിക്കുന്നില്ല. ഇത് ഖുർആനിൻ്റെ നസ്സും ഇസ്ലാമിൻ്റെ ആദർശവുമാണ്, ആശയവുമാണ്. ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യത. അതാണ് അവരോടുള്ള നമ്മുടെ തീരുമാനവും നിലപാടും ഉണ്ടാവേണ്ടത്. അള്ളാൻ്റെ റസൂലിൻ്റെ സ്വഭാവം കണ്ടിട്ടാണ് അധികം ആൾക്കാർ ഇസ്ലാമിലേക്ക് കടന്നത്. റസൂലെങ്ങാനും പുഞ്ചിരിക്കാതെ നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയാണ്. അള്ളാൻ്റെ റസൂലിനെ കണ്ടാൽ 14 രാവുദിച്ചതുപോലെയായിരുന്നു എന്നാ. പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു മുത്തുനബിക്ക്. ഏത് സമയത്തും പ്രസന്നവദനായിരുന്നു മുത്തുനബി. ആ മുത്തുനബിയെ അമുസ്ലിങ്ങൾ വരെ വിധികർത്താക്കളാക്കി. ഹജറുൽ അസ്വദ് എവിടെ വെക്കണമെന്ന തർക്കം മൂത്ത് യുദ്ധം വരെത്തി. അന്നത്തെ മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പ്രത്യേക കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ യുദ്ധം. 3 കാര്യം പോലെ ഉണ്ടെന്ന്, 3 W ആണെന്ന്. വെബ്സൈറ്റൊന്നും അല്ല കേട്ടോ. വൈൻ, വാർ, വുമൺ, ഇതായിരുന്നു ഓരോ കാലഘട്ടം എന്നാണ്. മദ്യം, യുദ്ധം, പെണ്ണ്,
ആ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. യുദ്ധത്തിൻ്റെ വക്കോളമെത്തിയ കേസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്ത് എങ്ങനെയാണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂൽ ഹജറുൽ അസ്വദ് എടുത്തിട്ട് ഒരു തുണി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ തുണിൻ്റെ നടുവിൽ ഹജറുൽ അസ്വദ് കൊണ്ട് വെച്ചു. എല്ലാവരോടും ചുറ്റുഭാഗം പിടിക്കാൻ വേണ്ടി പറഞ്ഞു. എല്ലാ ഗോത്ര നേതാക്കന്മാരും ചുറ്റും പിടിച്ചു. എല്ലാവരും ഒപ്പം പൊക്കി. അവിടെ എത്തിയപ്പോൾ നബി അവിടെ എടുത്ത് കൈ വെച്ചു. ഒരു പ്രശ്നമില്ല, ആർക്കൊരു പ്രശ്നമില്ല. മുത്തുനബിൻ്റെ മാതൃകയാണത്. ഇങ്ങനെ ഏതെല്ലാം രംഗത്ത് ജൂത കുട്ടിയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ റസൂലുള്ളാഹിക്കെതിരെ ചളിവാരി എറിഞ്ഞിരുന്ന, ചപ്പു ചവറുകളിട്ടിരുന്ന, ഉപദ്രവിച്ചിരുന്ന കുട്ടി പോലും അസുഖമായി കിടന്നപ്പോൾ റസൂലുള്ളാഹി കാണാൻ വേണ്ടി ചെന്നു. എന്നിട്ട് പറഞ്ഞത് അബുൽ ഖാസിമിനെ അനുസരിച്ചോളൂ എന്ന് മാതാപിതാക്കൾ പറഞ്ഞു. അദ്ദേഹം മുസ്ലിമായ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരണം. അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവർത്തനം കണ്ട്, റസൂലുള്ളാഹിൻ്റെ ചര്യ കണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹ് പറയുന്നുണ്ട്, വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബ്, നബിയെ താങ്കളെങ്ങാനും ചിരിക്കാത്ത കാടത്ത ഹൃദയത്തിനുടമയായിരുന്നെങ്കിൽ. എങ്ങനെ? വലൗ കുൻത, നബിയെ താങ്കളെങ്ങാനുമായിരുന്നെങ്കിൽ, ഫല്ലൻ ഖലീലൽ ഖൽബ്, കാടത്ത ഹൃദയത്തിനുടമയായിരുന്നെങ്കിൽ, ലൻ ഫല്ലു മിൻ ഹൗലിക, അവരെന്നോ താങ്കളെ വിട്ടുപോകുമായിരുന്നു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം അത് വളരെ വലുതാണ്. ഖുലുഖുഹു അൽ ഖുർആൻ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാ. ആ ഖുർആൻ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു, എന്താണ്? നീ തിന്മയെ നന്മ കൊണ്ട് എതിരിടുക. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അങ്ങനെ നീ തിന്മയെ നന്മ കൊണ്ട് എതിരിട്ടാൽ, നിന്നോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ തന്നെ അവനെ നിനക്ക് നല്ല ആളായിട്ട് മാറ്റാൻ കഴിയും. ഇത് പഠിപ്പിച്ച നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതിനും അള്ളാഹിൻ്റെ ദീനിൽ സ്ഥാനമൊന്നുമില്ല. പിന്നെ ആരോട് ചെയ്യേണ്ട നിലപാടാണത്? ആരോടാണ്? ആ രംഗത്ത്, ആ വിഷയത്തിൽ എടുത്തു പറഞ്ഞത് പൊതുവായി പർവ്വതീകരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ചിത്രീകരിക്കപ്പെടുന്നു. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, മൂന്നാമതൊരു വിഷയം വല്ലാണ്ട് ഈ ആഴ്ചകളിലായി ചർച്ചയ്ക്ക് വിധേയമായതാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ചർവണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ വല്ലാണ്ട് കൂടി ആകെ ലാസ്റ്റ് ഇപ്പോൾ വലിയൊരു രസം എന്താണെന്ന് വെച്ചാൽ, എത്രയും കാലം ഓണത്തിന് വേണ്ടി വക്കാലത്ത് പിടിച്ചത് നമ്മളിലൊരു ടീമുണ്ടായിരുന്നു. നമ്മളെ വിഷമം അതാണ്. ഏത്? ഓണം ആഘോഷിക്കുന്നതുമായി അതിൻ്റെ പിന്നാലെ കൂടി എത്രയോ ഊർജവും പേജും സ്റ്റേജും സംസാരമൊക്കെ വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു ടീം നമ്മളിൽ നിന്നുണ്ടായിരുന്നു. മുസ്ലിങ്ങളിലെ പേരുള്ള ഒരു ഇസ്ലാമിൻ്റെ പേരൊക്കെ ഉള്ള ചില ആൾക്കാർ. ഓൽക്കിപ്പോൾ വലിയൊരു അടി കൊടുത്തു നമ്മളെ ശശികല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഓൽ ഇത്ര പേരും പറഞ്ഞിരുന്നത് മഹാബലിൻ്റെ മഹത്വം, മാവേലിൻ്റെ മഹത്വമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ അഹലുകാർ ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, മാവേലി സവർണ ഫാസിസത്തിന് മറ്റേ സാമ്രാജ്യത്വ ശക്തിയാണ് മാവേലി. വാമന ജയന്തിയാണ് ശരിക്കും ഓണം എന്നാണ്. അതോരപ്പോൾ ഈ മുസ്ലിങ്ങളിൽ നിന്ന് ഓണത്തിന് വേണ്ടി ഇതേവരെ വാദിച്ചിരുന്നവരെ മുഴുവൻ ബലൂണിലെ കാറ്റ് പോയ മാതിരിയായി. എന്താ ആവശ്യമുണ്ട് ഈ നാണക്കേടിന് നിൽക്കണം? ഓല ആഘോഷിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ. കാലങ്ങളായി നമ്മൾ പറയുന്ന നിലപാടതാ. അവരുടെ ആഘോഷം അവരാഘോഷിച്ചോട്ടെ സുഹൃത്തുക്കളെ. അതിലും കൂടെ കൈയിട്ട് മാന്താൻ എന്തിനാ നമ്മൾ പോണത്? സങ്കടം തോന്നുന്ന ഇവറ്റങ്ങളുടെ ഈ ദയനീയത കണ്ടിട്ട് എന്തിനാണിത് അതിലും കൂടെ കൈയിട്ട് മാന്താൻ പോകുന്നത്? അവർ വാമന ജയന്തിയോ അവർ മാവേലി ദേവൻ്റെതോ തൃക്കാരപ്പൻ്റെതോ എന്താച്ച ആഘോഷിച്ചോട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ. എത്ര മഹത്തരമാണ് ഇസ്ലാമിൻ്റെ ആദർശം. പറ്റങ്ങളൊന്ന് പഠിച്ചിരുന്നെങ്കിൽ. സങ്കടം തോന്നുന്ന പറ്റങ്ങളെ വിഷമം കണ്ടിട്ട് എന്നിട്ട് അതിൽ കൈയിട്ട് മാന്തി, എന്നിട്ട് അതിൽ പൂക്കളിടാൻ സൗകര്യം കിട്ടാത്തതിൻ്റെ പേരിൽ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി, അതിനുണ്ട് സോഷ്യൽ വൽക്കരിച്ച് 10 ദിക്റല്ലി കൂടെ എങ്ങനെ മരങ്ങക്കാൻ നേരം.
അങ്ങോട്ട് ഇവർക്കൊക്കെ എല്ലാം കൂടിയും ദീനാക്കണം, എല്ലാം ദീനാക്കണം. എന്നിട്ട് ഹുക്കൂമത്ത് ദീന നിലനിർത്താനുള്ള പടപ്പുറപ്പാടില്ലല്ലോ ഇവർ. ഹുക്കൂമത്തുൽ അള്ളാൻ്റെ നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടേ ഹാക്കിമിയത്തുദ്ദീനൻ്റെ ഭാഗമാണ് ഇപ്പോൾ അതൊക്കെ. പൂക്കളത്തിന് വേണ്ടി തല്ലൂടുക, അതിൻ്റെ പിന്നാലെ പോവുക. എന്നിട്ട് വലിയ ചർച്ചയാണ്. ഏത് ബാർക്കോഴ വിവാദത്തിൽ നമ്മുടെ നിലപാടെന്തായിരിക്കണം? ബാറിൻ്റെ വിഷയത്തിൽ തന്നെ നമ്മളെ നിലപാട് മോശം, പിന്നല്ല ബാറിൻ്റെ കോഴ. അപ്പോൾ ആയതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വളരെ, അതാ ഞാൻ പറഞ്ഞു, തറക്തുക്കും അലാ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ, രാവ് പകല് പോലെ സുവ്യക്തമായൊരു മേഖലയിലാണ് മുത്തുനബി നമ്മളെ വിട്ടേച്ച് പോയത്. ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? ഇവിടെ സംഭവിക്കുന്നത് നാശത്തിലേക്കാണ് പോകുന്നത്. ഇനി നോക്കി നിങ്ങൾ, ഇനി നോക്കും. ഇവിടെ ഒരു ടീം RSSൽ തന്നെ അല്ലെങ്കിൽ BJP തന്നെ ശക്തമായ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ടീമുകൾ തമ്മിൽ തർക്കം നടക്കുക. വാമന ജയന്തിയാണോ മാവേലി ജയന്തിയാണോ? എന്നിട്ട് അതിൽ മാവേലി ജയന്തി ആണെന്നുള്ളത് ചുക്കാൻ പിടിക്കാൻ പോകുന്നത് നമ്മളാൾക്കാരും കൂടി ആയാൽ എന്തായിരിക്കും ഉണ്ടാവുക? നമ്മളെ ഓമാനൂർ ശുഹദാക്കളിൽ ഷഹീദായ മാതിരിയായിരിക്കും ഉണ്ടാവുക, അല്ലേ? അവിടേക്കല്ലേ ഈ പോക്ക്? എങ്ങനെ ഹമീദ് ചേന്നമംഗല്ലൂരും ബാക്കിയുള്ളവരൊക്കെയാണ് ഇത് മാവേലി ജയന്തി തന്നെ ആണ് എന്നുള്ളതിൽ വാദിക്കാൻ പോണത്. മൂപ്പരെന്തോട്ടെ, മൂപ്പരെ പേര് ഹമീദ് ചേന്നമംഗല്ലൂർ എന്നല്ലേ. ഇനിയിപ്പോൾ ഇതിന് പിന്നാലെ പോകുന്ന ടീം വേറെ ആയിരിക്കും. എന്നിട്ട് ഓല് തമ്മിൽ എന്താവും? പ്രശ്നം ഉണ്ടാവും. എന്നിട്ട് മറ്റവരെന്ത് പറയും? മറ്റവർ ചോദിക്കണം, ചെങ്ങായിമാരെ നിങ്ങളെന്തിനാ ഇതിൽ ഇടപെടും? ഇത് ഞങ്ങളൊരു ആഘോഷമല്ലേ, നിങ്ങളിതിലെന്തിനാ ഇടപെടണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? നാറിയിട്ടുണ്ട്, തിരിച്ചു പോരേണ്ടി വരും. എന്തിനാണിത്? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നു. മദീനയിൽ കടന്നു വന്നപ്പോൾ അവിടെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. റസൂൽ എന്താ പറഞ്ഞത്? അതിപ്പോൾ ഒരു അവിടെ നടക്കുന്ന ആഘോഷമല്ലേ, നിങ്ങളിവിടെ കടന്നു വന്നവരല്ലേ, ഓൽക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കൊന്നും വേണ്ട, അത് നമ്മളെ നാടിൻ്റെ ആഘോഷമാക്കി മാറ്റാം, നിങ്ങളതിൽ പോയിട്ട് കൈയിട്ട് മാന്തിക്കോളി എന്നാണോ മുത്തുനബി പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന വലഹും യൗമാനി യൽഅബൂന ഫീഹിമാ, അവർ കളിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന 2 ദിവസങ്ങളുണ്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഹാദാനിൽ യൗമാൻ, ഇതേതന്നത്തെ 2 ദിവസങ്ങൾ? ഖാലു, അവർ പറഞ്ഞു, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ കാലങ്ങളായിട്ട് ഈ നാട്ടിൽ നടന്നു വരുന്ന ഒരാഘോഷമാണ്. ജാഹിലിയ കാലം തൊട്ടേ ഒരു ഐതിഹ്യം. നമുക്ക് നല്ല മലയാളത്തിൻ്റെ വാക്കിൽ എന്ത് പറയാം? അതിന് ഐതിഹ്യം എന്ന് പറയാം. കേരളക്കാർക്ക്, ഭാരതീയർക്ക് മഹാബലിയെയും വാമനനെയും ഒക്കെ പരിചയപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ ആൾ വ്യാസനാണ്. ആ വ്യാസൻ പറഞ്ഞു വെച്ചു എന്ത്? ഇത് ഐതിഹ്യമാണെന്ന്. വ്യാസൻ്റെ മുന്നേ ഈ പറയപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച് ഭാരതീയർക്കൊരാളും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. പരിചയപ്പെടുത്തി കൊടുത്തത് വ്യാസനാണ്. ആ വ്യാസൻ തന്നെ പറഞ്ഞു ഇത് ഐതിഹ്യമാണെന്ന്. ഇതാണ് ഹൈന്ദവ വിശ്വാസത്തിലെ അടിസ്ഥാനപരമായ വിശ്വാസം, ഇത് ഐതിഹ്യമാണെന്ന്. എന്നിട്ടിപ്പം മഹാബലിയെ കൊണ്ടുപോയി എവിടേക്കൊക്കെ എത്തിയെന്ന് പറഞ്ഞാൽ മറ്റേ തെക്കേ അമേരിക്കയിലുണ്ടായിരുന്ന ആളാണ് ചിലപ്പോൾ മഹാബലി. ആ ചർച്ചകൾ പോലെ വന്ന് ആകെ അമേരിക്ക കണ്ടുപിടിച്ചിട്ട് 500 കൊല്ലമായിട്ടുള്ളൂ, കൊളംബസ്. ആ ജാതി ചർച്ചകളാണ് അവരിൽ നടക്കുന്നത്. അതൊക്കെ അവിടെ നടന്നോട്ടെ, പക്ഷെ നമ്മൾ എന്തിന് കൈയിട്ട് വന്നു? റസൂൽ പറയണത് ഖാലു കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ്യ, ഒരു ഐതിഹ്യത്തിൻ്റെ കാലത്ത്, ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് ജാഹിലിയ കാലം മുതലേ ഞങ്ങളിങ്ങനെ ആഘോഷിച്ചു പോരുന്നതാണ്. റസൂൽ പറഞ്ഞു ഇന്നല്ലാഹ ഖദ് അബ്ദലകുമാ ബിഹിമാ ഖൈറൻ മിൻഹുമാ, അതിനേക്കാൾ നല്ല 2 ആഘോഷം നിങ്ങൾക്ക് അല്ലാഹു തആല പകരം തന്നില്ലയോ? നിങ്ങൾക്കത് പോരെ? യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ, ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും ആഘോഷിക്കൂ മുസ്ലിങ്ങളെ. അന്ന് ആഘോഷിക്കും നിങ്ങൾ. നമുക്കന്ന് ആഘോഷിക്കാം, നമുക്ക് നല്ലത് അതാണ് ലക്കും ദീനുക്കും വലിയ ദീൻ. അവർക്ക് അവരുടെ മതം, അവരുടെ മതത്തിൻ്റെ ഐതിഹ്യങ്ങളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആയിട്ട് അവർ പോയിക്കോട്ടെ. വെറുതെ അതിലും കൂടെ തല തല്ലി പൊളിക്കണത് എന്തിനാ? എന്നിട്ട് അനാവശ്യമായ ചർച്ചകൾ. ഇവിടെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് മാറിപ്പോവുകയാണ്. എന്നിട്ട് അതിനെ വർഗീയവൽക്കരിക്കുന്നതാണെന്നും പറഞ്ഞ് അതിൻ്റെ അത് അവരുടെ ആദർശം, ആശയം, ആഘോഷം അവരാഘോഷിച്ചോട്ടെ. ഇനി അതിനെ തന്നെ അവർ ഒരു ദേശീയവൽക്കരിക്കുന്നുണ്ടെങ്കിലോ,
അത് അവർ നടത്തിക്കോട്ടെ, അതിൻ്റെ പിന്നാലെ നമ്മൾ പോകേണ്ടത് എന്തിനാ? എന്തൊക്കെ പറഞ്ഞാലും അതൊരു മതത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, ഒരു സംശയവും ഇല്ല. വാമന ജയന്തി ആയാലും മഹാബലി ജയന്തി ആയാലും എന്തായാലും അത് തന്നെയാണ്. അത്രയേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയിപ്പോൾ അതാ ഡിസംബർ വരാൻ പോകുന്നു. അന്നും കാണാൻ ചില മാപ്പിളാർ സ്റ്റാർ വാങ്ങാൻ വേണ്ടി തിരക്കൂട്ടണം. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. ഓലിതൊക്കെ വരുമ്പോൾ പൂക്കളത്തിനും സ്റ്റാറിനും തിരക്കൂട്ടില്ല ഓലപ്പണി. എന്നിട്ട് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊക്കെയാണ് മതസൗഹാർദ്ദം എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവൻ്റെ പേരയിൽ ബിരിയാണി വെച്ചാൽ ഒരു പാത്രം ബിരിയാണി അവന് കൊടുക്കൂല. ആ പരിപാടിയൊന്നും ഇസ്ലാം പഠിപ്പിച്ച സൗഹാർദ്ദത. അള്ളാഹു റസൂൽ പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ നല്ല ഒരു കറി പാകം ചെയ്താൽ, നല്ല ഒരു പായസം ഉണ്ടാക്കിയാൽ, നല്ല ഒരു സൂപ്പ് വെച്ചാൽ കുറച്ച് വെള്ളം ചേർക്കൂ, അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കൂ, എന്നിട്ട് നിൻ്റെ അയൽവാസിക്ക് കൊടുക്കൂ. അവിടെ മുസ്ലിം അയൽവാസി എന്ന് റസൂൽ പറഞ്ഞില്ല, അമുസ്ലിം അയൽവാസി എന്ന് പറഞ്ഞില്ല. അവനെ കൊടുക്കൂ. ആ അയൽവാസി ബന്ധം നീ ഊട്ടി ഉറപ്പിക്കൂ. ഇതൊന്നുമില്ല. ഇത് മറ്റവൻ്റെ ആഘോഷം കടമെടുക്കുക, എന്നിട്ട് അങ്ങനത്തെ ഒരു സൗഹാർദ്ദം. അതിൽ മതം ഉണ്ടാവില്ല, പിന്നെ സൗഹാർദ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലോ തട്ടിത്തടയലുകളിലോ നമ്മുടെ മുത്തുനബി വിട്ടേച്ച് പോയിട്ടില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയതുകൊണ്ട് വളരെ കൃത്യമായി ദീനിനെ പഠിക്കുക, മനസ്സിലാക്കുക, ദീനിനെ അറിയുക, ആ ദീൻ സ്വീകരിക്കുക. അല്ലാഹു തആല സത്യം സത്യമായി മനസ്സിലാക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, ബാത്തുലിനെ ബാത്തുലായി കണ്ട് തള്ളിക്കളയാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ മുഴുവനും മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഹ്യിനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വഅമിത്നാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമുക്കൊരു മുസ്ലിമിൻ്റെ ഒരു പാതയുണ്ട്, ആ പാതയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ട. മുത്തുനബി പറഞ്ഞല്ലേ, ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് സിറാത്തുൽ മുസ്തഖീം, ഫത്തബിഊഹു, നിങ്ങൾ അതിനെ സ്വീകരിക്കുക. വലാ തത്തബിഉസ് സുബുൽ, മറ്റുള്ള മാർഗങ്ങളെ നിങ്ങൾ സ്വീകരിക്കരുത്, കാരണം അത് നിങ്ങൾക്ക് നാശമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട്. ആയതുകൊണ്ട് സത്യത്തെ സത്യമായി മനസ്സിലാക്കുക, അതനുസരിച്ച് ജീവിതത്തെ കാണുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.